ഇതെന്താ ഇമ്പോസിബിൾ. കരയിപ്പിക്കുകയും ചെയ്തു. കൊള്ളം നാറി മോഹൻലാലിനെ ചവിട്ടണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈസ് യൂട്യൂബ് ചാനൽ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലുണ്ടാവും. മോഹൻലാലിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങി ആൻഡ് ഞാനത് റിയാക്ട് ചെയ്തില്ല. ഇമ്പോസിബിൾ. പക്ഷേ പാട്രിയോട്ടിൻ്റെ ട്രെയിലർ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ആക്ച്വലി ഞാനത് കണ്ടില്ലായിരുന്നു. ഞാൻ മറ്റേ ജിയോ ഹോട്ട്സ്റ്റാർ മറ്റേ സാധനം ഇറങ്ങിയില്ലേ, അപ്പോഴാണത് കണ്ടത്. ബട്ട് ഇത് ഞാൻ അറിഞ്ഞു. ദൃശ്യം 3. ഓ എൻ്റെ പൊന്നു, എന്തോ ഒരു പടായിരുന്നു അല്ലേ. ഒരേ സമയം നമ്മൾ കരയിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ അയ്യോ മോഹൻലാൽ അങ്ങനെ ശരിക്കും എനിക്ക് അങ്ങനെ മോഹൻലാലിൻ്റെ അങ്ങനെ വന്ന സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ അയ്യോ കൊള്ളം നാറി മോഹൻലാലിനെ ചവിട്ടണാടാ അങ്ങനത്തെ ഫീൽ വരൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങാം. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഇതെന്തൂട്ടത്? അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല. അയ്യോ അയ്യോ ഇതെന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. അശ്ശോ ഷിറ്റ്. അങ്ങനെയല്ല, മോഹൻലാൽ അതിനകത്ത് ഉള്ളതുകൊണ്ട് ഐ എം വെരി എക്സൈറ്റഡ്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.